പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യൂദാശ്ലീഹയുടെ നോവേന 5-ാം ദിവസത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ നിയോഗം പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കുംസാരിക്കുക, നന്നായി ഒരുങ്ങി നന്നായി കുംസാരിക്കുക. അതുപോലെ ഇന്ന് പറയാൻ ഈ ശുശ്രൂഷയിൽ ഈശോ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് അനുവർത്തിക്കാം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 കർത്താവായ ഈശോയെ, ഇന്നത്തെ ഈ നൊവേനയിൽ പങ്കെടുക്കാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈ ശുശ്രൂഷയിൽ നിൻ്റെ ശാന്തിയും സമാധാനം കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞു മറിയുമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ദരിദ്രപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ കാറസൂസ പ്രാർത്ഥനകൾ നമ്മൾ സമർപ്പിക്കാം. പ്രത്യേകമായി സഭയുടെ തലവനായ അല്ലയോ പാപ്പായ്ക്കും റാഫൽ മെത്രപ്പൊലിത്തായ്ക്കും എല്ലാ മെത്രന്മാർക്കും വൈദ്യർക്കും ആത്മായ പ്രേക്ഷിതർക്കും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നൽകണമേ നൽകി അവരെ വിശദീകരിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് ഈശോയെ കൊണ്ട് പ്രത്യേകമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് ഈശോയെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന, പഠിക്കാൻ സാധിക്കാത്ത, പഠിക്കാൻ സാഹചര്യമില്ലാത്ത, സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റ് വികാരങ്ങൾ കൊണ്ടൊക്കെയോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ മാതാപിതാക്കൾ ആൽക്കഹോളിക്കായിട്ടുള്ള മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണേ നമ്മൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് ഈശോയെ, വളരെ പ്രത്യേകമായിട്ട് ഉപരിപഠനത്തിന് വേണ്ടി വിഷമിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സംബന്ധിച്ച നിയോഗം സംബന്ധിച്ച് ചേച്ചിക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അമ്മകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയെ, ഇവരുടെ എല്ലാ നിയോഗങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് ഈശോയെ, കുഞ്ഞുങ്ങളില്ലാതെ വലയും വിഷമിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കുഞ്ഞുങ്ങളെ നൽകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, സന്യാസ ജീവിതം നയിക്കുന്ന എല്ലാ വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം ജീവിതത്തിൽ നല്ല തീഷ്ണതയുള്ള വ്യക്തിത്വങ്ങളെ തീരുവാനും നല്ല ഉത്തമമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും അങ്ങനെ മിഷന് വേണ്ടി ജീവിക്കുവാനും ഇവരെല്ലാം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ്, ഇടവകയിലായിട്ടുള്ള എല്ലാ വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇടവകയെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഇടയനെടുത്ത് ശുശ്രൂഷ ചെയ്യാൻ അജഗണത്തെ കാത്ത് പരിപാലിക്കാനുള്ള കൃപ നിലവർക്ക് നൽകണമെന്ന് ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് ഈശോയെ, പ്രാർത്ഥനകളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ സമയം നമുക്ക് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7, 8, 9 വാചകങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. തിരുവചനങ്ങൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7, 8, 9 വചനങ്ങൾ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങൾ അരപ്പട്ടിൽ സ്വർണ്ണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. സ്നേഹം വരെ ഈ സുവിശേഷ ഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഈശോ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ നിങ്ങൾ കൊടുക്കുവിൻ. അതായത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ക്രിസ്തുവിൻ്റെ അനുയായി എന്ന നിലയിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞ ആളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളെന്ന നിലയിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഗിഫ്റ്റായിട്ട് നമ്മുടെ മെറിറ്റ് കൊണ്ട്, നമ്മുടെ യോഗ്യത കൊണ്ട് നമുക്ക് കിട്ടിയതല്ല, മറിച്ച് നമ്മൾക്ക് കർത്താവ് തന്നിരിക്കുന്നതാണ്. അപ്പം അതിനെ നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് കർത്താവിനെ നമുക്ക് സ്തുതിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് മറ്റുള്ളവർക്ക് പരമാവധി പകർന്നു കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു കാര്യം, പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള വലിയൊരു അനുഗ്രഹം ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ബഹിഷ്കരിക്കണം. നമ്മൾ ഏതെല്ലാം സാഹചര്യങ്ങളിലും പിശാച് നമ്മൾ പോലും അറിയാതെ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, സ്നേഹം നിറയുമ്പോൾ അവിടെ പിശാചിന് വസിക്കാൻ സാധിക്കില്ല. സ്നേഹത്തിൽ പിശാചിന് ഇടമില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ള സ്നേഹം കൊണ്ട് നിറയ്ക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ഞങ്ങൾ വർത്തികരമായ പ്രാർത്ഥനകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് ഈശോയെ, ഞങ്ങളുടെ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അങ്ങ് ഞങ്ങൾ മോചനം നൽകുന്നതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് ഈശോയെ, വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അങ്ങ് അനുഗ്രഹം നൽകുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷയിൽ കർത്താവെ ഈശോയെ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ നിയോഗം ഞങ്ങൾ ഓർമ്മിക്കുകയാണ്.
വിശുദ്ധ ദാസ്ലിയുടെ ശക്തിയേറിയ ബാധ്യത ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ദാസ്ലിയുടെ അനുഗ്രഹം കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നേടിത്തരണമേ എന്ന് അങ്ങ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയെ വിശുദ്ധ ദാസ്ലിയ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് ഈശോയെ വളരെ പ്രത്യേകമായിട്ട് ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ദാസ്ലിയ വഴി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഈ ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ്. വചനം നിരന്തരം വായിക്കാൻ കിട്ടുന്ന ഒരു അവസരം പാഴാക്കാതിരിക്കുക. ആ വചനം മറ്റുള്ളവരോട് പ്രസംഗിക്കാൻ കിട്ടുന്ന പങ്കുവയ്ക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കാതിരിക്കുക. അതിനുവേണ്ടി വിശുദ്ധ നമ്മെ സഹായിക്കട്ടെ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, കടന്നവൻ പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അവിടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. അന്നതിന് വേണ്ടി നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ രക്ഷപ്പെട്ടെ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. നമ്മുടെ ആവശ്യമിച്ചയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാം കൊണ്ട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.